വിശ്വാസികളല്ലാത്തവർക്ക് തികച്ചും അസംബന്ധം എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു കഥയാണ് നെന്മണി ഇല്ലത്തെ ഉണ്ണിയുമായുള്ള ഗുരുവായൂരപ്പൻ്റെ ബന്ധം. സുമാർ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഈ കഥ വിശ്വാസികളുടെ കണ്ണു തുറപ്പിക്കാവുന്ന ഒന്നാണ്. നിർമ്മലവും പരിശുദ്ധമായ ഹൃദയത്തിനുടമയായവരെ ഗുരുവായൂരപ്പൻ ഒരിക്കലും കൈവിടുകയില്ല. നെന്മണി ഇല്ലത്തെ കാരണവപ്പാടായിരുന്നു അന്നത്തെ ഗുരുവായൂരമ്പലത്തിലെ മേൽശാന്തി. മേൽശാന്തിക്ക് എന്തോ ശീലായ്മ പിടിപെട്ടത് കാരണം 3-4 ദിവസം പൂജയ്ക്കെത്താൻ കഴിഞ്ഞില്ല. ആ സമയത്ത് മേൽശാന്തിക്ക് പകരം നെന്മണി ഇല്ലത്തെ മറ്റൊരു ഉണ്ണി നമ്പൂതിരി പകരത്തിനായി പറഞ്ഞയച്ചു. നെന്മണി വാസുദേവൻ എന്നു പേരായ ആ ഉണ്ണി കേവലം ഒരു കൊച്ചു ബാലനായിരുന്നു. കാലത്ത് വാകച്ചാർത്ത് മുതൽ രാത്രി അത്താഴപൂജ കഴിഞ്ഞ് തൃപ്പുക നട അടക്കുന്നതുവരെയുള്ള പ്രവർത്തികൾ ചെയ്തു തീർക്കണം. കാലത്ത് ഗംഗ ഉണരുന്നതിന് മുമ്പായി തന്നെ ഉണ്ണി നമ്പൂതിരി വടക്കേ ചിറയിലിറങ്ങി മുങ്ങി കുളിച്ച് ഈറം മുണ്ടും തറ്റുമെടുത്ത് മണികുലുക്കി കൃത്യം 3 മണിക്ക് നട തുറക്കണം. നട തുറന്ന് ഭക്തജനങ്ങൾക്ക് നിർമ്മാല്യ ദർശനം നൽകി അഭിഷേകങ്ങൾ ഓരോന്നായി നിഷ്ഠാപൂർവം മുറതെറ്റാതെ നടത്തണം. ഉഷപൂജ, പന്തിരടി, ഉച്ചപൂജ, വൈകിട്ടത്തെ ദീപാരാധന, നിവേദ്യം, അത്താഴപൂജ, ഒട്ടേറെ ചടങ്ങുകളും വ്യത്യസ്തമായ പൂജകളും നിർവഹിക്കേണ്ടതാണ്. പൂജകളെല്ലാം തന്നെ ഉണ്ണി നമ്പൂതിരി ഓരോന്നായി ചെയ്തു തീർത്തു. എന്നാൽ ഒരു സംശയം, നിവേദ്യ സാധനങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. പാത്രത്തിൽ നിന്ന് ഭഗവാൻ എടുത്ത് ഭുജിച്ചിട്ടില്ല. ചോറും പായസവും അപ്പവും വെണ്ണയും തിരുമധുരവും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഒരു പിടി ചോറെങ്കിലും എടുത്ത് ഉണ്ണാത്തത് നെന്മണി ഉണ്ണിക്ക് വലിയ സങ്കടം അനുഭവപ്പെട്ടു. ഗുരുവായൂരപ്പൻ താൻ നൽകിയ പൂജാവിധികളിലോ ഉപകാരങ്ങളിലോ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ മൗനിയായിട്ടിരിക്കുന്നത്? പൂജാവിധികൾ അനുഷ്ഠിക്കുമ്പോൾ തൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചോ? താൻ നിവേദ്യത്തിനോ കൊണ്ടുവന്ന പദാർത്ഥങ്ങളൊന്നും ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? തൻ്റെ ആത്മാർത്ഥതയിൽ ഭഗവാൻ എന്തെങ്കിലും അവിശ്വാസം തോന്നിയോ? കുളിച്ചു ശുദ്ധമായിട്ടാണ് ഇത്രയും പൂജകൾ നടത്തിയിട്ടുള്ളത്. ഒരേ സമയത്ത് 7 മുങ്ങ് ഒരുമിച്ച് മുങ്ങാറുണ്ട്. സത്യസന്ധനായി ഉറച്ച വിശ്വാസത്തോടെയാണ് പൂജകൾ ഓരോന്നും നടത്തിയിട്ടുള്ളത്. എന്നിട്ടും ഭഗവാന് സന്തുഷ്ടനായില്ല. സന്തുഷ്ടനായിരുന്നുവെങ്കിൽ ഓരോ സമയത്തും തൃപ്പാദത്തിൽ കൊണ്ടുപോയി ആവാഹിച്ച നിവേദ്യങ്ങൾ ഒന്നുപോലും കൈകൊണ്ട് തൊടുന്നില്ല. അപ്പോൾ എന്തോ പന്തികേടുണ്ട്. ഇവിടെ സാധാരണ നിവേദിക്കുന്ന സാധനങ്ങൾ ഒഴികെ മറ്റു വല്ലതും വിശേഷവിധിയായി ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നെന്മണി ഉണ്ണി കണ്ണീരോടെ പരിവേദന നടത്തി. ഉപ്പുമാങ്ങയും ഉറത്തൈരും കൈപ്പയ്ക്ക കൊണ്ടാട്ടവും വറുത്തതും കൂട്ടി ഗുരുവായൂരപ്പ സുഖമായി ഊണ് കഴിച്ചോളൂ. അങ്ങ് ഒന്നും കഴിക്കാതിരുന്നാൽ ശരീരം മെലിഞ്ഞ് പരവശനാവും. അച്ഛൻ വന്നാൽ കാരണമന്വേഷിച്ച് എന്നെ ശകാരിക്കാനും തല്ലാനും തുടങ്ങും. എന്നോട് അങ്ങയ്ക്ക് വല്ല ദയവുമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നു വച്ച എല്ലാ നിവേദ്യ സാധനങ്ങളും ഓരോന്നായി എടുത്ത് ഭുജിക്കണം. അല്ലെങ്കിൽ ഞാനിവിടെ നിരാഹാരമെടുത്ത് ഈ ശ്രീകോവിലിനുള്ളിൽ പട്ടിണി കിടന്ന് ചാകും. ഉണ്ണിയുടെ പരിദേവനം കേട്ട് ഗുരുവായൂരപ്പൻ്റെ ഉള്ള് ചൂട് തട്ടിയ വെണ്ണ പോലെ ഉരുകി. കൊച്ചു തിരുമേനി വ്യസനിക്കേണ്ട. ഞാൻ സാധാരണഗതിയിൽ ഒന്നും കൈകൊണ്ട് തൊട്ടുനോക്കി രുചിക്കാറില്ല. ആവാഹിച്ച് എൻ്റെ മുന്നിലേക്ക് കൈകൊണ്ട് നീട്ടുന്ന ഭക്ഷ്യപ്രയങ്ങളുടെ സാരാംശം മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഉണ്ണിക്ക് വേണ്ടി ഞാൻ എല്ലാം ഇനിമേൽ വെടുപ്പാക്കി ഭുജിച്ചുകൊള്ളാം. ഞാൻ മുഴുവനും ഉണ്ടു തുടങ്ങിയ മറ്റുള്ളവർ പട്ടിണി കിടക്കുമോ എന്ന ഭയമോ ഇല്ലാതില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഉണ്ണി ആത്മാർത്ഥമായി നിവേദിച്ചത് ഞാനെടുത്ത് ഭുജിക്കാതിരുന്നത്. ഇനി മുതൽ അങ്ങനെ വരില്ല. കിരീടം, രക്തകുണ്ടലം, കൈവള, തോൾവള എന്നിവയണിഞ്ഞ ശംഖുചക്ര ഗദാപത്മധാരിയായി 4 തൃക്കൈകളിലും കൂടിയ രൂപം വിഗ്രഹത്തിന് മുന്നിൽ ദൃശ്യമായി. നെന്മണി ഇല്ലത്തെ ഉണ്ണിക്ക് തൃപ്തിയുമായി. പുഞ്ചിരിച്ചുകൊണ്ട് അരുളി ചെയ്ത ആ രൂപം പ്രത്യക്ഷപ്പെട്ട വേഗതയോടെ തന്നെ അപ്രത്യക്ഷമായി. നെന്മണി ഇല്ലത്തെ ഉള്ളി ആ കൊച്ചു വിശ്വരൂപം കണ്ട് ആഹ്ലാദഭരിതനായി തുള്ളിച്ചാടി. അമിത ആഹ്ലാദത്താൽ ഉണ്ണി പിന്നീട് അങ്ങോട്ട് ചിരിച്ചു കളിച്ചു പൂജ ചെയ്യാൻ തുടങ്ങി. പട്ടുകോണമെടുത്ത ഒരു മിടുക്കൻ ബാലനാണ് താൻ പൂജ ചെയ്യുന്നതെന്ന് ഉണ്ണിക്ക് തോന്നി തുടങ്ങി. ഭഗവാൻ ഓരോ പൂജയ്ക്കും കൊണ്ടുവന്ന് വയ്ക്കുന്ന എല്ലാ വിഭവങ്ങൾ ഓരോന്നായി രുചിയോട് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് നിവേദിച്ച നെയ്പായസം, ജപിച്ച വെണ്ണ, കദളിപ്പഴം, ഉച്ചപൂജയ്ക്ക് നിവേദിക്കുന്ന പാൽപ്പായസം, രാത്രി നേരത്ത് നിവേദിക്കുന്ന പശു നെയ്യിലുണ്ടാക്കിയ അപ്പം, പാത്രങ്ങളിൽ കൊണ്ടുവയ്ക്കുന്ന നിവേദിച്ചോറ് എല്ലാം ഭഗവാൻ
കഴിച്ചു. മേൽശാന്തിക്കുള്ള വെള്ളിയുരുളിയിലെ ചോറ് മാത്രം ബാക്കി വെച്ചു. അതും കൂടി കഴിക്കാൻ തുടങ്ങിയാൽ നെന്മണി ഉള്ളി പരവശനായി ക്ഷീണിക്കും. ഇടവരുത്തിക്കൂടാ. ഭഗവാൻ താൻ തൊട്ട് തിന്നാൻ തുടങ്ങുന്നതിന് മുമ്പായി അതിലൊരു കാൽഭാഗം ഉണ്ണിക്ക് ഭുജിക്കാനായി നീക്കിവെച്ചു. നെന്മണിയിലത്തെ താൽക്കാലിക മേൽശാന്തിയായി ചാർജെടുത്ത ഉണ്ണിയും ശ്രീകോവിലെ ഉണ്ണികൃഷ്ണനും ഒരുപോലെ തടിച്ചു കൊഴുത്തുരുണ്ടു മിനുസം വെച്ച് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അതേസമയം പഴകക്കാർക്കിടയിൽ പുറുപുറുപ്പുണ്ടാക്കാനും തുടങ്ങി. അച്ഛൻ ശാന്തിയായി പാലത്ത് കിട്ടിയിരുന്ന വിഭവങ്ങളൊന്നും തന്നെ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഉണ്ണി നമ്പൂതിരിയുടെ ഊണ് കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിൽ അധികമൊന്നും ബാക്കി വരാറില്ല എന്ന പരാതിയും പരന്നു. അത് അച്ഛൻ തിരുമേനിയുടെ ചെകിട്ടിലും എത്തി. ശീലായ്മ കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ണിയെ മാറ്റി നിർത്തി വീണ്ടും ശാന്തി ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. മാത്രമല്ല, ഭഗവാനും ഊരായ്മക്കാർക്കും കൊടുക്കേണ്ട വെള്ള നിവേദ്യം മുഴുവനും ഉണ്ണി ഒറ്റയ്ക്കിരുന്ന് ഉണ്ണുന്നു എന്ന കാര്യത്തിൽ വിശ്വസിക്കാനും ആയില്ല. പക്ഷെ നെന്മണിയില്ലത്തെ ഉണ്ണി തൻ്റെ വാത്സല്യപുത്രൻ അങ്ങേയറ്റത്തെ കുസൃതി ആയതുകൊണ്ട് ആ ചോറ് മുഴുവനും എടുത്ത് വല്ല പശുക്കൾക്കോ പൂച്ചയ്ക്കോ നായ്ക്കൾക്കോ കൊടുക്കാൻ തുടങ്ങിയോ എന്ന ആശങ്ക അച്ഛൻ തിരുമേനിയെ കുഴയ്ക്കാൻ തുടങ്ങി. കാരണം അമ്പലത്തിൻ്റെ മതിലകം മുഴുവനും പശുക്കളും നായ്ക്കളും പൂച്ചകളും കുരങ്ങന്മാരും ഉണ്ട്. ഉണ്ണിക്ക് അമ്പലത്തിൽ ഇഷ്ടം പോലെ ഓടിച്ചാടി കളിക്കാൻ പറ്റിയ കൂട്ടുകാർ അവിടെ തന്നെയുണ്ട്. അച്ഛൻ തിരുമേനി ശീലായ്മ കഴിഞ്ഞു വന്ന് ശാന്തിയേറ്റ ദിവസം തന്നെ പത്തുകാരായ കഴകക്കാരും മറ്റമ്പലവാസികളും കൂടി ചേർന്ന് മേൽശാന്തിയുടെ അടുക്കൽ മകനെക്കുറിച്ചുള്ള പരാതി ബോധിപ്പിച്ചു. അവരുടെ ചെമ്പിലെ ചോറിൻ്റെ തോത് കുറഞ്ഞു എന്ന് മാത്രമല്ല, കാളൻ, ഓലൻ, ഉപ്പിലിട്ടത്, വറുത്തുപ്പേരി, ചക്കപ്പഴം, മാമ്പഴം, കദളിപ്പഴം ഇവയൊന്നും തന്നെ മേൽശാന്തി പോയതിൽ പിന്നെ കണി കണ്ടിട്ടില്ല എന്നും വിസ്തരിച്ച് ഉപദേശിച്ചു. നെന്മണിയിലത്തെ ഉണ്ണി കൃഷ്ണാഞ്ജനം ധരിച്ച കേവലം ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ ആ സമയത്തൊക്കെ ഈ ഉണ്ണി അങ്ങയുടെ പുത്രനായി എങ്ങനെ അവതരിച്ചു എന്ന് അത്ഭുതത്തോടെ പറയുകയും ചെയ്തു. എന്തെങ്കിലും പരാതി ചെന്ന് പറഞ്ഞ് വലിയൊരാളെ പോലെ എല്ലാം ഭഗവാനോട് നേരിട്ട് പറഞ്ഞുകൊള്ളൂ എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുക. എല്ലാം ഭഗവാൻ ഭുജിക്കുന്നു എന്ന് ഉണ്ണി തമാശയായിട്ടാണ് പറയുന്നത്. ഇത്രയും കാലം ക്ഷമിച്ചു. അതുകൊണ്ട് മേലിൽ തിരുമേനി എന്തെങ്കിലും കാരണവശാൽ ശാന്തിപ്പണിക്ക് മുടക്കമേർപ്പെട്ട ഈ ഉണ്ണിയെ പകരത്തിന് വെക്കരുത്. ആ സ്ഥാനം മറ്റാർക്കെങ്കിലും കൊടുക്കണം. പത്തുകാരുടെ പരാതി കേൾക്കെ മേൽശാന്തി തൻ്റെ മകൻ നല്ല ചെറിയ കുട്ടിയാണെന്ന് പോലും ചിന്തിക്കാതെ ഉന്നയിച്ച പരാതികൾ കേട്ട് ക്ലേശചിത്തനായി മകനെ വിളിച്ചു ശിക്ഷിക്കാനായി മുതിർന്നപ്പോൾ അകത്ത് നിന്ന് അരുളപ്പാടുണ്ടായി. നെന്മണി ഉണ്ണിയെ തല്ലരുത്. ഞാൻ തന്നെയാണ് എല്ലാം ഭുജിച്ചുകൊണ്ടിരുന്നത്. അങ്ങയുടെ മകൻ്റെ ആത്മാർത്ഥമായ ഭക്തിക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങി.